ഇടുക്കി ജില്ലയിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ചെല്ലാർകോവിലിൽ 3 ഏക്കറിൽ വനം വകുപ്പിന്റെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം. വെറും ഉദ്യാനം എന്ന് പറഞ്ഞാൽ പോരാ, 500-ലധികം ഔഷധ സസ്യങ്ങൾ അവിടെയുണ്ട്. 180ഓളം ഇനങ്ങളിൽപ്പെട്ട പൂമ്പാറ്റകളുണ്ട്. വിവിധ ഇനം ഫലവൃക്ഷങ്ങളുണ്ട്. ഒരു വനയാത്രയുടെ അനുഭവം പകർന്നു കിട്ടും ഇവിടെ എത്തിയാൽ. ആ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒന്ന് കണ്ടുവരാം. ഇടുക്കിയിൽ അങ്ങനെ ഒത്തിരി വിനോദസഞ്ചാര മേഖലകളുണ്ട്. നിരവധിയായിട്ടുള്ള കാണാൻ പറ്റുന്ന ഒത്തിരി അടിപൊളി സ്ഥലങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരിടത്തേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഒത്തിരി അറിവുകൾ നേടാൻ കഴിയുന്ന, സ്വസ്ഥമായി ഇങ്ങനെ ശുദ്ധവായു ശ്വസിച്ച് വന്നിരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ പ്രദേശം. എന്താണ് ഇതിൻ്റെ പേര്? ചെല്ലാർകോവിൽ ഇക്കോ ടൂറിസം. ഓക്കെ, അപ്പം എന്തായിരുന്നാലും ഇതിനകത്ത് എന്താണ് കാഴ്ച എന്നുള്ളതല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു 3 ഏക്കർ സ്ഥലം, ഒരു ചെറിയ സംരക്ഷിത വനമേഖല, ജൈവ വൈവിധ്യ ഉദ്യാനം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു കൂട്ടം സുമനസ്സുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സമിതി ഇവിടെ നിലവിൽ വന്നത്. എന്തായിരുന്നാലും ഇവിടെ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഒന്ന്, ആയുർവേദ സസ്യങ്ങളുടെയും ഔഷധങ്ങളുടെയും ഒരു വലിയ ശേഖരം. ഏതാണ്ട് 500-ലധികം സസ്യങ്ങളും ചെടികളും ആയുർവേദവുമായി ബന്ധപ്പെട്ടുണ്ട്. പൂമ്പാറ്റകൾക്ക് വേണ്ടി പ്രത്യേക ഒരു സംരക്ഷിത മേഖല ഇവിടെ തന്നെയുണ്ട്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സദേൺ ബേർഡ് വിങ്, അതിന് 4th ലാർജസ്റ്റ് ബ്ലൂ മോർമോൺ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ എക്കോ ടൂറിസത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ ബാംബു ഹട്ട് എന്ന് പറയും. അതിൻ്റെ ഈ ഈറ്റ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു വലിയ വീട് പോലെയായി ഇരിക്കുകയാണ്. അതിനകത്ത് ഇരിക്കാൻ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത, അല്ലേ? ഇതൊരു ഓക്സിജൻ സെൻ്റർ എന്നാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇത് വിശേഷിപ്പിച്ചേക്കുന്നത്. തന്നെ ഫ്രീ ആയിട്ട് ഓക്സിജൻ കിട്ടും. നല്ല പ്രകൃതിയായിട്ടുള്ളതും നല്ല തണുപ്പും ഇതൊക്കെ ഉണ്ട്. ഈ പൂമ്പാറ്റകളുടെയൊക്കെ പേരറിയാവോ? ഇല്ല, അറിയത്തില്ല. എന്നിരുന്നാലും അതാണ്, ഒരു വ്യത്യസ്തമായ ഫീൽ ഉണ്ടാകും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. അത്രയ്ക്ക് തണുപ്പും അതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളും പൂമ്പാറ്റകളും ആയുർവേദ ഔഷധ ചെടികളും ഒക്കെ കണ്ട് മനസ്സിലാക്കി അങ്ങനെ പോകാൻ കഴിയും. അതിനുവേണ്ടി തന്നെ ഒത്തിരി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തി എന്ന് പറയുന്ന ഒരു തണൽ വൃക്ഷമാണിത്. കൂവളമുണ്ട്, ആടലോടകമുണ്ട്, രുദ്രാക്ഷമുണ്ട്, കായമുണ്ട്. കായം ഇതാണ്, ഇത് കായമാണ്. ചക്കരക്കൊല്ലിയുണ്ട്, ഇത് ചിറ്റർത്തയാണ്. രാസ്നാദി ചൂർണം എന്നൊക്കെ നമ്മൾ ആയുർവേദത്തിൽ കേൾക്കുന്നത് ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ്. എന്തൊക്കെയുണ്ട് വേറെ? പേരയ്ക്ക ഉണ്ട്, അതുപോലെ മുന്തിരി നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മൽബറി ഉണ്ട്. മൊത്തത്തിൽ ഒരു വനംവകുപ്പിൻ്റെതായി കിടന്ന ഒരു ഭൂമി, ആ ഭൂമിയെ ഈ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാക്കി ഇവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്തെ മനോഹരമായ വ്യത്യസ്ത കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ നിന്ന് ദൂരക്കാഴ്ചകൾ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ മേഘമലയടക്കമുള്ള വിദൂര ദൃശ്യങ്ങൾ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാകും. മറ്റൊരു കാഴ്ച തേടിയുള്ള യാത്ര തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.